ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു പർച്ചേസിന് പോവാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ ഈ വരുന്ന 8-ാം തീയതി. അപ്പോൾ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഡ്രസ്സ് എന്തായാലും എടുത്തിട്ട് വയ്ക്കാമെന്ന്. കാരണം ഇനിയിപ്പോൾ സമയം കിട്ടില്ലെങ്കിൽ അധികം ദിവസം ഇല്ലല്ലോ, ഒരുപാട് ദിവസമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും പോയി ഡ്രസ്സ് എടുക്കും. ഇന്നലെ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര മഴയായിപ്പോയി. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം സൈഡ് മറയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മണ്ണൊക്കെ എടുക്കണം, അതൊക്കെ എടുത്ത് അച്ഛന് കൊടുക്കുമ്പോഴത്തെ അച്ഛൻ ബാക്കിയുള്ളത് പൂശി തരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഗബ്രു ഉണ്ട്, പ്രിൻസ് ഉണ്ട്, പ്രിൻസി ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടെ പോയിട്ട് വരാവേ. ബാക്കി വീഡിയോ കാണാം. നമ്മളങ്ങനെ ഷോപ്പിലെത്തി. ഞങ്ങൾ വന്നിരിക്കുന്നത് തുപ്പാശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ച് കുറേ പേര് ഹായ് നിന്നു, കുറേ പേര് ചിരിച്ചിട്ടൊക്കെ പോയി. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മളാണെങ്കിൽ പ്രിൻസിക്കുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫ്രോക്ക് അല്ലാതെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളത് നോക്കണം എന്ന് വിചാരിച്ചു വന്നാൽ പ്രിൻസിക്ക് എല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് ഫ്രോക്കാണ്. എല്ലാം എടുത്തു കൊടുക്കുന്നത് ഇപ്പോഴും ഫ്രോക്കാണ്. അപ്പോൾ ഫ്രോക്ക് അല്ലാതെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൗൺ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഗൗണ് ഫസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഗൗൺ അതായിരുന്നേ. അവൾ അങ്ങനെ അതെടുത്ത് വെച്ച് നോക്കുകയാണ്. ഞങ്ങൾ കുറേ നോക്കിയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് അത്രയും അവിടുത്തെ കളക്ഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉള്ളത് പറയാൻ. അപ്പോൾ അവൾ പ്രിൻസിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രോക്ക് ഗൗൺ എടുത്തു. അതിൻ്റെ ഒരു വെറൈറ്റിയും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വലിയവർക്കൊന്നും എടുക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് മാത്രം എടുക്കാനായിട്ട് വന്നതാണ്. പ്രിൻസിക്കും പ്രിൻസിനും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രൂട്ടനും വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. വലിയവർക്ക് എടുക്കാനായിട്ട് അങ്ങനെ വലിയവർക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്കാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയതിരിപ്പുണ്ട്. ഡോറയ്ക്ക് ഞാൻ ഇതിന് മുമ്പ് എടുത്തു കൊടുത്തിട്ടുണ്ട്, ഡോറയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു കുഞ്ഞുങ്ങൾക്കുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. സമയമില്ലല്ലോ, ഇനി 2-3 ദിവസം കൂടിയൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള എടുക്കാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പം പ്രിൻസിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് ആ ചേച്ചി വേറൊരെണ്ണം കൂടെ കാണിച്ചു. അപ്പം അത് കണ്ടപ്പോഴും അത്യാവശ്യം നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. ഒരുപാട് ഓവർ ഡിസൈനൊന്നും ഇല്ല, പക്ഷേ സ്റ്റാൻഡേർഡ് ലുക്ക്, നല്ല ഒരു പാർട്ടി വെയറായിട്ട് തോന്നി. അങ്ങനെ അതെടുത്ത് നോക്കിയപ്പം അവൾ പറയാണ്, പ്രിൻസി പറയാണ്, വല്യപ്പായ്ക്ക് ഇഷ്ടമുള്ള എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവൾക്ക് എന്താണെന്ന് വെച്ചാൽ വില കൂടുതലായി പോവോ, വില കൂടിയ വല്യപ്പാടയിൽ പൈസ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനാണ് പ്രിൻസിക്ക്. അപ്പോൾ അതുകൊണ്ട് പ്രിൻസി പറയാണ് വല്യപ്പായ്ക്ക് ഇഷ്ടമുള്ള എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എന്തായാലും ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുത്തു. അവളെന്നോട് കാണിച്ചു തന്നു, ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ അവസാനം എടുത്തു. അവൾക്ക് വേറൊരെണ്ണം കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായേ. ഇത് കുറച്ച് പാർട്ടി വെയർ ഐറ്റം ആണെന്ന് തോന്നില്ലേടാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഒരു ഇക്കയുടെ കയ്യിൽ ഇങ്ങനെ കൊച്ചിങ്ങനെ എന്നിട്ട് ഈ ചെക്കൻ ഇല്ലാണ്ട് ഈ ചെക്കൻ കണ്ട ഇങ്ങനെ അടങ്ങി അപ്പം നമ്മൾ മറ്റേതും കൂടെ ഒന്ന് ഇട്ട് നോക്കുവാട്ടാ. രണ്ടും ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും അവളുടെ ഇഷ്ടം നമ്മൾ നോക്കണമല്ലോ. ഗബ്രൂസിനെ ഇതാ ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മോനെ. ഗബ്രൂസ് ഉറക്കപ്പിച്ചലിരിക്കുന്നതുകൊണ്ട് വലിയ വഴക്കില്ല, മയങ്ങിയിരിക്കുക. ഇതും കൊള്ളാം, എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. അവളോട് ചോദിക്കേ. നമ്മുടെ ഗബ്രൂസിന് ഇച്ചിരി പരവേശം. നമ്മൾ വെള്ളമൊക്കെ ആയിട്ടാട്ടോ വന്നത്. നമ്മളങ്ങനെ ലിഫ്റ്റ് കയറാനായിട്ട് വന്നിരിക്കുകയാണ്. ഡോറയ്ക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സ്റ്റിക്കുമായിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഡോറ ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് എല്ലാവരും നോക്കും. അപ്പം പിന്നെ സ്റ്റിക്കുമായിട്ട് പോകുമ്പോൾ അതിനിടയ്ക്ക് ഞാനും ഗബ്രൂട്ടനും കൂടെ ചെറിയൊരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഗബ്രൂട്ടൻ ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു കേട്ടോ. ഷോപ്പിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അതുകൊണ്ട് ചിരിപ്പിക്കാനൊക്കെ എങ്ങനെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ നടന്നില്ല. അവസാനം നമ്മൾ ഗബ്രൂട്ടന് സൂട്ട് എടുക്കാനായിട്ടാണ് വന്നത്.
സ്യൂട്ട് എടുക്കാൻ വന്നപ്പോഴാണ് വിറ്റ് അവൻ്റെ സൈസിൽ ഒരെണ്ണവും ഇല്ല, അതുമല്ല കളക്ഷനും ഇല്ല. ആകെ പെട്ട അവസ്ഥയായിപ്പോൾ. വേറൊരു കിഡ്സ് വെയറിലോട്ട് പോയി കയറാൻ വേണ്ടിയിട്ട് മറ്റേ ചേട്ടനാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. ആ ചേട്ടന് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അത് കാരണം നമുക്ക് സത്യം പറഞ്ഞാൽ സമാധാനത്തോടെ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഞാനും ഡോറയും മാത്രമായിട്ടാണ് മിക്കപ്പോഴും പോകാറുള്ളത്. അപ്പം കൂടെ ആരെയും കൊണ്ടുപോകാറില്ല. ഈ സമയത്തെന്ന് വെച്ചാൽ പ്രിൻസിനും കൂടെ എടുക്കേണ്ടതായതുകൊണ്ട് അവരില്ലാതെ എങ്ങനെ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുപോയത്. അപ്പം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഈ പുള്ളിക്കാരന് ഭയങ്കര തിരക്ക്. അത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മോനും മോക്കുള്ളത് മാത്രം എടുത്തിട്ട് വന്നു. ഗബ്രൂട്ടനുള്ള പിന്നെ എടുക്കാൻ വിചാരിച്ചു. ആ സമയത്ത് ഗബ്രൂട്ടൻ അവിടെ ഭയങ്കര കളിയായിരുന്നു. ഗബ്രൂട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്പേസ് ഒന്നും ഇല്ലല്ലോ നടക്കാനും ഓടാനും ചാടാനൊന്നും. അവിടെ ചെന്നപ്പം ഗബ്രൂട്ടന് ഭയങ്കര സ്വർഗം കിട്ടിയൊരു ഫീലായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലും ഇതുപോലെ സ്പേസും കാര്യങ്ങളും നമ്മൾ വരുത്തും. ഗബ്രൂട്ടനെ അങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. നിലത്തോട്ട് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിൻസി ആയിരുന്നു നോക്കിയത് മുഴുവനും. പ്രിൻസിയായിട്ട് അവിടെ നിന്ന് അങ്ങനെ കളിച്ച് ചിരിച്ച് ഭയങ്കര ബഹളമായിരുന്നു ഷോപ്പിൽ കിടന്ന്. പിന്നീട് ആദ്യമേ ഭയങ്കര മൂഡ് ഔട്ടായിരുന്നെങ്കിലും പിന്നെ പുള്ളി അങ്ങ് ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടൊക്കെ വന്നായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കൺക്ലൂഷൻ വീഡിയോ എടുക്കാൻ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പം പുള്ളിക്കാരന് ഭയങ്കര തിരക്കായിപ്പോയി. അങ്ങനെ ഒന്നും പറ്റില്ല. അതുമല്ല നമ്മൾ പോയത് ഗബ്രൂട്ടിന് ഡ്രസ്സ് എടുക്കാനാണ്. പക്ഷെ നമ്മൾ ഗബ്രൂട്ടിന് ഡ്രസ്സ് എടുക്കാനും പറ്റില്ല. ആ കടയിൽ ഡ്രസ്സ് ഇല്ലായിരുന്നു, വേറെ കടയിൽ കയറണമായിരുന്നു. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് കയറാനും പറ്റിയില്ല. ഇനിയിപ്പം ഒന്നെങ്കിൽ ഞാനും ഡോറയായിട്ടോ അല്ലെങ്കിൽ ഞാനും നാസിയായിട്ടോ പോയി എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെയും സാധനങ്ങൾ എടുക്കണം, വീട് പണിയും കഴിഞ്ഞിട്ടില്ല. എല്ലാം കൂടെ കിടന്ന് ഓടാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളു. ഇന്നിപ്പോൾ 6 ആയി. ഇനി നാളെ 7, മറ്റന്നാൾ 8. 2 ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. എന്നാലും മാക്സിമം പറ്റുന്നത്ര എന്തായാലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗബ്രൂട്ടൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും നല്ലൊരു ഡ്രസ്സ് എടുക്കണമെന്നുണ്ട്. നമ്മുടെ പ്രിൻസിക്കും എടുത്ത് പ്രിൻസിനും എടുത്ത്. പ്രിൻസ് മൂടി പൊതിച്ചിടന്ന് ഉറങ്ങുക, കണ്ടില്ലേ? അഭിനയിക്കാന്ന് പറയത്തേ ഇല്ല, നല്ല ഉറക്കമാണ്. അവന് ഇറങ്ങേണ്ട സമയം, അല്ല എണീക്കേണ്ട സമയം ആയിട്ടില്ല. അവന് എഴുന്നേക്കാൻ എങ്ങനെ പോയാലും 10 മണിയാവും. അതുവരെ ഉറക്കമായിരിക്കും. നമ്മളൊന്നും പറയത്തില്ല. ഗബ്രൂട്ടൻ അങ്ങ് ഇറങ്ങിക്കോളാൻ വയ്യ നിലത്തോട്ട്. ഇന്ന് പക്ഷെ നിലത്ത് ഇറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ അപ്പുറത്ത് വൃത്തിയാക്കുന്നത് കൊണ്ടേ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് നിലത്തോട്ട് ഇറക്കാൻ പറ്റില്ല. ഗബ്രൂട്ടനെ നിക്ക് എന്റെ ഫോൺ. അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങള്. ഈ ലോട്ടറി അടിച്ച നമ്മുടെ പ്രിൻസിക്ക അടിപൊളി ഡ്രസ്സാ കിട്ടിയത്. അടിപൊളി ഡ്രസ്സ്, നല്ല ഡ്രസ്സാ കിട്ടിയത്. അതെ, നല്ലൊരു ഡ്രസ്സ് എന്തായാലും പ്രിൻസിക്ക് കിട്ടിയത്. നമ്മുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂമും കാര്യങ്ങളും അങ്ങനെ മാച്ചിങ് അങ്ങനെ നമ്മൾ മാച്ചിങ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഒന്നുമല്ല നമുക്ക്. ഇവക്ക് ഞാൻ നേരത്തെ എടുത്തു കൊടുത്ത ഒരു ഗൗൺ ഇടാത്തൊരു ഗൗണ്. നേരത്തെ 2-3 മാസം മുന്നേ എനിക്കൊരു ഗൗൺ എടുത്തു തന്നായിരുന്നു. അത് വയ്യാതായപ്പം പിന്നെ ഇടാൻ പറ്റില്ല. നമുക്ക് എങ്ങോട്ടും പോകാനോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് അത് ഇട്ടേയില്ല. അതുകൊണ്ട് ഞാൻ അത് ഇടാന്ന് വെച്ചു. കാരണം എനിക്ക് പിന്നെ ആണെങ്കിൽ നാസിയും ഷെമിയും കൂടെ ആണെങ്കിൽ പെരുന്നാളിന് എനിക്കൊരു ഷർട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഏകദേശം അപ്പൊ ഞാൻ അത് ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സ് ഇല്ലാഞ്ഞത് നമ്മുടെ പ്രിൻസിനുമായിരുന്നു പുതിയതില്ലാഞ്ഞത്. അപ്പൊ പിന്നെ അവർക്കും കൂടെ എടുത്തു കൊടുത്ത്. പ്രിൻസിക്ക് കുറെ എടുത്തു കൊടുത്ത് എല്ലാം ഇട്ടിട്ട് തീർത്ത്. ഓരോ ദിവസം സ്കൂളിൽ പോകുമ്പോൾ പുതിയത് 3 എടുത്തെന്നായിരുന്നു 4-5 അങ്ങോട്ട് എടുത്തു കൊടുത്ത്. അത് ഓരോ ദിവസം സ്കൂളിൽ പോകുമ്പോ ഇട്ടിട്ട് അതെല്ലാം വയനാട്ടിൽ പോകുന്നുണ്ട് വെക്കേഷൻ. അപ്പൊ കുറച്ചൊക്കെ ഡ്രസ്സ് അങ്ങോട്ട് കൊണ്ടുപോകും. തിരിച്ചു വരുന്ന അവസ്ഥ എങ്ങനെയാന്ന് അറിയത്തില്ല. അപ്പോ അതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങള്. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.